നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുതിക്കുകയാണ്. 2018-ലും 2019-ലുമായി ക്രൂഡ് ഓയിൽ വില സർവകാല റെക്കോർഡിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ഉയരത്തിലേക്ക് ക്രൂഡ് ഓയിൽ വില എത്തുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും എന്നാണ് വിലയിരുത്തൽ. രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരും, വിലക്കയറ്റം കൂടും. ഇതെല്ലാം ഓഹരി വിപണിയെ ഏതു തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത്? മാർക്കറ്റ് വാച്ച് പരിശോധിക്കുന്നു. രാജ്യാന്തര വിപണിയിൽ 4 വർഷത്തെ ഉയരത്തിലാണ് ക്രൂഡ് ഓയിൽ വില. ബാരലിന് $80. ഇതിന്റെ ചുവടുപിടിച്ച് കേരളത്തിൽ സർവകാല റെക്കോർഡിലാണ് ഇന്ധനവില. പെട്രോളിനും ഡീസലിനും ഓരോ ദിവസവും 20-30 പൈസ വെച്ച് കൂടുന്നു. പ്രതിഫലനമെന്നോണം അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു, പണപ്പെരുപ്പം ഉയരുന്നു. ഇന്ധനവിലക്കയറ്റത്തിന്റെ ആദ്യ തിരിച്ചടി നേരിട്ടത് ഓഹരി വിപണികളാണ്. 3 ആഴ്ച കൊണ്ട് സെൻസെക്സ് 35,000-ന് താഴേക്കെത്തി. നിഫ്റ്റി 10,500-നടുത്തും. ഏറ്റവും വലിയ ഇമ്പാക്റ്റ്, ഇക്കോണമിക് ഇമ്പാക്റ്റ് ക്രൂഡിൻ്റെ മുകളിലാണ്. കാരണം ഓൾമോസ്റ്റ് ഒരു 25-30%, 28% ഉദ്ദേശമാണ് ക്രൂഡ് ഓയിൽ ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 5 ലക്ഷം കോടി രൂപ. അപ്പോൾ ക്രൂഡ് $1 കൂടിയാൽ ഓൾമോസ്റ്റ് $1 ബില്യൺ ഇമ്പാക്റ്റാണ് ഇന്ത്യൻ്റെ GDP-യിൽ. അപ്പോൾ നമ്മൾ GDP ഗ്രോത്ത് വാസ് എക്സ്പെക്റ്റഡ് ടു ബി 7.2-7.5-ൻ്റെ ഇടയ്ക്ക്. അത് ഓൾമോസ്റ്റ് ഒരു 0.3%, $10 ക്രൂഡ് കൂടിയാൽ കുറയും. അത് മാർക്കറ്റിന് വേണ്ടി ഒരു ബാഡ് ന്യൂസാണ്. സിമിലർലി കറണ്ട് അക്കൗണ്ട് ഡെഫിഷ്യറ്റ് ഓൾമോസ്റ്റ് ഒരു 0.3-0.35% കൂടും ഈ വില ആയാൽ. അപ്പോൾ ജനറലി മാർക്കറ്റിന് അത് വളരെ നെഗറ്റീവാണ്. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അവരൊരു 10-12% റൈസ് ഓൾറെഡി ഫാക്ടറിങ് ചെയ്തിരുന്നു ക്രൂഡിൽ. ബട്ട് വിതിൻ 2 months തന്നെ ഈ 15% ആയി. വിച്ച് മീൻസ് അവർ ബഡ്ജറ്റിനെക്കാട്ടി കൂടുതൽ ഓൾറെഡി ഫസ്റ്റ് 2 months തന്നെ കയറി കഴിഞ്ഞു. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോർമലി എല്ലാ ആവശ്യ സാധനങ്ങൾക്കും എല്ലാം വില കയറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോർമലി നമ്മുടെ ഇതിൻ്റെ അകത്ത് നോക്കി കഴിയുമ്പോൾ തന്നെ ഇൻഫ്ലേഷൻ കൂടാൻ ഇത് സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് ഇന്ത്യൻ എക്കോണമിക്കും സ്റ്റോക്ക് മാർക്കറ്റിനും നെഗറ്റീവായിട്ടുള്ള ഒന്നാണ്. ഇന്ധനവില നേട്ടമാകുമെന്ന് പ്രതീക്ഷിച്ച എണ്ണ കമ്പനികളെ നിരാശരാക്കുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. കർണാടക തെരഞ്ഞെടുപ്പ് മുൻനിർത്തി 19 ദിവസം ഇന്ധനവില വർധന പിടിച്ചു നിർത്തി. എന്നാൽ അടുത്ത വർഷത്തെ പൊതുതെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സലാകുമെന്ന് വിശേഷിപ്പിച്ച കർണാടക തെരഞ്ഞെടുപ്പിൽ BJPക്ക് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാനായില്ല. ഇതോടെ വരും ദിവസങ്ങളിലും ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന വർധന അതേപോലെ ജനങ്ങൾക്ക് കൈമാറാനുള്ള സാധ്യതകൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. ക്രൂഡിൻ്റെ വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകുന്ന ഒന്ന് ഓട്ടോ സെക്ടറാണ്. ഓട്ടോ സെക്ടർ പ്രധാനമായിട്ടും ക്രൂഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ്. ഒപ്പം തന്നെ പെട്രോൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനികൾ, ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ക്രൂഡ് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സെക്ടറുകൾ. യെസ്, പെയിൻറ്റിന് ഡെഫിനറ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യും. ലോജിസ്റ്റിക്സ് ഓൾസോ, ബട്ട് ദെൻ ടു സം എക്സ്റ്റെൻറ്റ് അത് പാസ് ഓൺ ആവും. അപ്പോൾ ഒരു നോട്ട് എ വെരി ബിഗ് ഇമ്പാക്റ്റ്, ബട്ട് ടു ദി എക്സ്റ്റെൻറ്റ് ദേ കനോട്ട് പാസ് ഓൺ. ഇഫ് ദ ഇക്കോണമി ഈസ് ഡൂയിങ് വെൽ അവർക്ക് പാസ് ഓൺ ചെയ്യാൻ പറ്റുമായിരിക്കും. ബട്ട് ഇപ്പോൾ ഇക്കോണമി ജസ്റ്റ് ഒന്ന് കൂടി തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഫുൾ അവർക്കത് ഇമ്പാക്റ്റ് പാസ് ഓൺ ചെയ്യാൻ പറ്റുമോ? വി ഹാവ് അവർ ഡൗട്ട്സ്. ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കളെ ആശ്രയിച്ച് നിൽക്കുന്ന കമ്പനികളെയെല്ലാം ഇന്ധനവില വർധന പ്രതികൂലമായി ബാധിച്ചു. നേട്ടം കയറ്റുമതിക്കാർക്ക് മാത്രം. സൗദി അടക്കമുള്ള ഒപെക് രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനം കുറച്ചതും ഇറാനും വെനസ്വലയ്ക്കുമെതിരെ അമേരിക്ക ഉപരോധം ശക്തമാക്കുന്നതുമാണ് പൊടുന്നനെ ക്രൂഡ് ഓയിൽ വില കൂടാൻ കാരണം. എണ്ണവില $100-ലെത്തിച്ച് ആരംകോയെ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യാൻ സൗദി അറേബ്യയും ശ്രമിക്കുന്നു. ഒരു എക്സ്പെക്ടേഷൻ ഈ പറഞ്ഞ ഒരു 80-90 റേഞ്ച് ആയിരിക്കും അപ്സൈഡ് കാണുന്നത്. കാരണം ഷെയിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ബിറ്റ്വീൻ 60-65 കഴിഞ്ഞിട്ട് ഷെയിൽ ബിക്കംസ് വയബിൾ. അപ്പോൾ ഈ വില കൂടുവാണെങ്കിലും ടെമ്പററി ഒരു ജേർക്ക് വന്നു കഴിഞ്ഞിട്ട് ഷെയിലിൻ്റെ പ്രൊഡക്ഷൻ കൂടിയ കാരണം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇവിടെ വരും. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും കുറേ അൺസർട്ടനിറ്റീസ് ഉണ്ട്. അത് കൂടാകുമ്പോഴും കൂടി ഇവിടെ ഒരു പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇവിടുന്ന് വലിയൊരു റൈസ് ഞങ്ങൾ കാണുന്നില്ല. ഒരു 90 വരെയൊക്കെ ചിലപ്പോൾ പോവാം. 1.5 വർഷത്തിനുള്ളിൽ എണ്ണവില ബാരലിന് $90-ലെത്തുമെന്നാണ് അമേരിക്കൻ ധനകാര്യ ഏജൻസി മോർഗൻ ആൻഡ് സ്റ്റാൻലിയുടെ വിലയിരുത്തൽ. എണ്ണ ഇറക്കുമതി കുത്തനുയർന്നതോടെ രൂപയും പ്രതിസന്ധിയിലാണ്. ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് വൻതോതിൽ ഡോളർ ആവശ്യമായതോടെ രൂപയുടെ മൂല്യം വീണ്ടും 68-ന് താഴേക്കിടിഞ്ഞു. ഷെയിൽ ഗ്യാസ് ഉൽപ്പാദനം കൂടിയാൽ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒപെക് കൂട്ടായ്മ പിന്നോട്ടു പോകുമെന്നും ഇതോടെ ക്രൂഡ് ഓയിൽ വിലയിൽ താൽക്കാലിക ആശ്വാസമുണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട്. മാർക്കറ്റ് വാച്ചിൽ ഇനി ഹെഡ്ജ് ഇഗ്രീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭുവനേന്ദ്രൻ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. നിഫ്റ്റി 10,600-നടുത്താണ് വെള്ളിയാഴ്ച ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. വലിയ തോതിലുള്ള ചാഞ്ചാട്ടം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിപണിയിൽ കണ്ടു. പ്രത്യേകിച്ചും കർണാടക തെരഞ്ഞെടുപ്പ് വിപണിക്ക് ഒരു തിരിച്ചടി നൽകുന്നതും നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് പോയ വാർത്തയെ താങ്കൾ വിലയിരുത്തുന്നത്? ഈ വീക്ക് മാർക്കറ്റ് വോളറ്റിലിറ്റി വളരെ കൂടുതലായിരുന്നു. കർണാടക ഇലക്ഷൻ തന്നെയായിരുന്നു ലൈം ലൈറ്റിൽ. ആ ഒരു ന്യൂസ് ഡ്രിവൻ പൊളിറ്റിക്കൽ മേജർ ന്യൂസാണ്. ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്.
കർണാടക ഇലക്ഷൻ്റെ ഔട്ട്കം എന്താണോ അതിനനുസരിച്ചുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അതിൽ കൂടുതൽ വോളട്ടിലിറ്റി വരാനുള്ള പോസിബിലിറ്റിയും ലാസ്റ്റ് വീക്ക് വിലയിരുത്തിയിരുന്നു. അപ്പോൾ ബി ജെ പിയുടെ സീറ്റ് അതിനനുസരിച്ചുള്ള ഒരു മാർക്കറ്റ് മൂവ് പ്രതീക്ഷിച്ചതാണ്. എന്തായാലും ഇലക്ഷൻ കൗണ്ടിങ്ങിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ബി ജെ പിക്ക് മെജോറിറ്റി കിട്ടാനുള്ള പോസിബിലിറ്റി വിലയിരുത്തിക്കൊണ്ടായിരുന്നു നിഫ്റ്റിയിൽ വലിയൊരു റൈഡ് സംഭവിച്ചു. 10,921 വരെ നിഫ്റ്റി ഒരവസരത്തിൽ മൂവ് ചെയ്തിരുന്നു. ഇപ്പോൾ റീസെൻറ്റ് ലോയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 900 പോയിൻറ്റ്സിൻ്റെ റൈഡാണ് ലാസ്റ്റ് 2 മന്ത്സിന് അല്ലെങ്കിൽ 1 മന്തിനുള്ളിൽ റൈഡ് ഉണ്ടായത്. വലിയൊരു റൈഡ് തന്നെയായിരുന്നു. എന്നാൽ സീറ്റിൻ്റെ എണ്ണം കുറയും തോറും മാർക്കറ്റിൽ കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ദെൻ വീണ്ടും ഒരു ക്രൈസിസിലേക്ക് മൂവ് ചെയ്തു. ഒരു വലിയൊരു ക്രൈസിസ് തന്നെയാണ് ഇപ്പോഴും കർണാടക ഇലക്ഷൻ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് വോളട്ടിലിറ്റി ഇത്രത്തോളം ഒരു 300 പോയിൻറ്റ്സിൻ്റെ വേരിയേഷൻ വരാനുള്ളൊരു പ്രധാന റീസൺ ഈ ഒരു പൊളിറ്റിക്കൽ ന്യൂസ് തന്നെയായിരുന്നു. അതൊരു മേജർ ന്യൂസ് തന്നെയാണ്. കാരണം വരാനിരിക്കുന്ന ഇലക്ഷൻ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ തന്നെയാണ് കർണാടക ഇലക്ഷൻ. പക്ഷേ ബി ജെ പിക്ക് മാർക്കറ്റ് പ്രതീക്ഷയിലും വളരെ ബെറ്ററായിട്ടുള്ള ഒരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചു. എന്നാൽ ഭരണത്തിലെത്താൻ വീണ്ടും കുറേ അധികം കടമ്പകൾ കടക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുതന്നെയാണ് മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു പ്രധാന റീസൺ. അതുപോലെ തന്നെ ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നു. റുപ്പിയുടെ വീക്ക്നെസ്, ക്രൂഡ് ഓയിൽ പ്രൈസ് വീണ്ടും ഓൾ ടൈം ഹൈയിലേക്ക് മൂവ് ചെയ്യുന്നു. ബോണ്ട് ഈൽഡ് കൂടുന്നു. അങ്ങനെയുള്ള ഗ്ലോബൽ ന്യൂസുകൾ വീണ്ടും മാർക്കറ്റിനെ ഹോണ്ട് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പോൾ ഒരു ഭാഗത്ത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ന്യൂസുകളും കർണാടക ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, വേറൊരു ഭാഗത്ത് മാക്രോ സിറ്റുവേഷൻ വീണ്ടും മോശമാകുന്നു. ഇത് തന്നെയായിരുന്നു മേജറായിട്ട് മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ളൊരു പ്രധാന റീസൺ. അത് തന്നെയായിരുന്നു ഒരു മേജർ ലെവൽ. മാർക്കറ്റ് 10,950, 900 എന്ന് പറയുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ തന്നെയായിരുന്നു. ആ ഒരു ലെവൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ, കർണാടക ഇലക്ഷനിൽ ബി ജെ പിക്ക് മെജോറിറ്റി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നെങ്കിൽ വീണ്ടും നിഫ്റ്റി ചിലപ്പോൾ 10,950 ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടാകാമായിരുന്നു. എന്നാൽ ഈ ഒരു റൈഡിന് ഒരു പരിധിവരെ ആ ഒരു ലെവലിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പ്രധാന റീസൺ ഈ കർണാടക ഇലക്ഷൻ തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഈ വോളട്ടിലിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. ഭുരേന്ദ്രൻ, അടുത്ത ആഴ്ചത്തെ സാധ്യതകൾ കൂടി നമുക്ക് ഒന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ചും നിരവധി റിസൾട്ടുകൾ വരാനിരിക്കുന്നുണ്ട്. വിപണിയുടെ വലിയ മുന്നേറ്റത്തിന് ഒരുപക്ഷെ കാരണമായേക്കാവുന്ന ചില പ്രധാനപ്പെട്ട റിസൾട്ടുകളാണ് വരാനിരിക്കുന്നത്. ഒപ്പം തന്നെ കർണാടകയിൽ തുടരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വം, അതുണ്ടാക്കുന്ന ദേശീയ രാഷ്ട്രീയത്തിലുണ്ടാക്കുന്ന പ്രതിസന്ധി വരുന്ന തെരഞ്ഞെടുപ്പിനെ ഏതോ തരത്തിൽ ബാധിക്കുന്നു തുടങ്ങിയ ചർച്ചകൾ വളരെ സജീവമായി തന്നെ നടക്കുകയാണ്. ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഓഹരി വിപണിയിലെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് അടുത്ത ആഴ്ചത്തെ സാധ്യതകളെ കൂടി താങ്കൾ കാണുന്നത്? നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ ഈ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ഭാഗത്ത് പൊളിറ്റിക്കൽ ന്യൂസ്, അതെന്തായാലും അതിന് പരിഹാരമാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. എങ്കിൽ തന്നെ വീണ്ടും ക്രൂഡ് ഓയിൽ പ്രൈസും അതുപോലെ റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്ത് പോകുന്നത്, ബോണ്ട് ഈൽഡ് കൂടുക, ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ ഇലക്ഷൻ സീസണാണ്. മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഇലക്ഷൻ ലാസ്റ്റ് വീക്ക് വന്ന റിസൾട്ട് അത്രത്തോളം പോസിറ്റീവ് ആയിരുന്നില്ല. എങ്കിലും നെക്സ്റ്റ് വീക്ക് വീണ്ടും റിസൾട്ട് വരാനിരിക്കുന്നു. പ്രത്യേകിച്ച് ഫാർമ സെക്ടറിൽ സിപ്ല, ഡോക്ടർ റെഡ്ഡീസ്, സൺഫാർമ പോലെയുള്ള ഫാർമ സെക്ടർ നിന്നുള്ള റിസൾട്ടുകൾ വരാനിരിക്കുന്നു. അതിൽ പെട്രോനെറ്റ് LNG, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു മേജർ റിസൾട്ട് തന്നെയാണ്. അപ്പോൾ അത് ടാറ്റ മോട്ടോഴ്സ്, ഇതാണ് ഒരു മേജർ റിസൾട്ടാണ്. ടാറ്റ മോട്ടോഴ്സ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ പെട്രോനെറ്റ് LNG, സൺഫാർമ, ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല ഒരു മേജർ റിസൾട്ടാണ് നെക്സ്റ്റ് വീക്ക് വരാനിരിക്കുന്നത്. ഈ മാർക്കറ്റിന് ഈ ഒരു റിസൾട്ടിനനുസരിച്ച് ഈ സ്റ്റോക്കിലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ട് മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലാസ്റ്റ് വീക്ക് വന്ന റിസൾട്ട് ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ അനുമൂറ്റാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് വീക്ക് വന്ന റിസൾട്ടുകൾ അനലൈസ് ചെയ്യുമ്പോൾ, എങ്കിലും ഓവറോൾ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ റിസൾട്ടുകൾക്ക് കഴിഞ്ഞു. നെക്സ്റ്റ് വീക്ക് വീണ്ടും മേജറായിട്ടുള്ള റിസൾട്ട് വരുന്നു. അതോടൊപ്പം ഒന്ന് റിസൾട്ട്, രണ്ട് ഈ മാക്രോ ഫാക്ടേഴ്സ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിൽ പൊളിറ്റിക്കൽ വരുന്ന ന്യൂസുകൾ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. വീണ്ടും ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് നല്ലത്. കാരണം എല്ലാ സെക്ടറിലും വലിയൊരു റൈഡ് സംഭവിച്ചു. അതുപോലെ തന്നെ FMCG സെക്ടറും റീറ്റെയിൽ സെക്ടറിലൊക്കെ തന്നെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു FMCG സെക്ടർ ഇൻവെസ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരിക്കും. അതിൽ റീറ്റെയിൽ സെക്ടറിലൊക്കെ തന്നെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾക്കറിയാം മിഡ് ക്യാപ്പിലൊക്കെ തന്നെ പല സ്റ്റോക്കുകളും വളരെ ഡീപ്പായുള്ള കറക്ഷൻ നേരിട്ടു. കാരണം അത് 2-3 റീസൺസ് ഉണ്ട് ഈ ഒരു ഡീപ്പ് കറക്ഷനിലേക്ക് പോകാനുള്ള. ഒന്ന് മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ അറേഞ്ച്മെൻറ്റ്, അങ്ങനെയുള്ള പല ന്യൂസുകളും പല മിഡ് ക്യാപ്പ് സ്റ്റോക്കിലും ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന പല മിഡ് ക്യാപ്പ് സ്റ്റോക്കിലും വലിയ ഡീപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്.
ഒരു ഭാഗത്ത് അങ്ങനെ. രണ്ടാമത് ലാർജ് ക്യാപ്പിലും ഇതേ കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. കാരണം വലിയൊരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഡീപ്പായുള്ള കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. ദെൻ അതിൻ്റെ ഒരു റിക്കവറി നമ്മൾക്കറിയാം, ഒരു സംവത്സരത്തിൽ 10,000 ബിലോ മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നു. അതിൻ്റെ റിക്കവറിയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് വന്ന റിക്കവറി അത് തന്നെയാണ്. പക്ഷേ ഈ കർണാടക ഇലക്ഷൻ BJPക്ക് അനുകൂലമായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് മാർക്കറ്റ് ഒരു പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടായേനെ. അപ്പോൾ ആ റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിൽ വന്നില്ല. ഒരു അബ്സല്യൂട്ട് മെജോറിറ്റി BJPക്ക് കിട്ടിയിരുന്നുവെങ്കിൽ മാർക്കറ്റ് എഗെയിൻ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാനുള്ളൊരു എനർജി ആകുമായിരുന്നു മാർക്കറ്റ്. എന്തായാലും സംഭവിച്ചില്ല. വീണ്ടും മാർക്കറ്റ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വീണ്ടും റിസൾട്ട് നന്നായി സ്റ്റഡി ചെയ്യുക, അതോടൊപ്പം തന്നെ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഗ്ലോബൽ സിറ്റുവേഷൻ അത്രത്തോളം മാർക്കറ്റിന് അനുകൂലമല്ല. അതോടൊപ്പം തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യൻ മാർക്കറ്റ് സെല്ലിംഗ് സൈഡിലാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവ് ബൈയിങ് മോഡിലുണ്ടെങ്കിൽ പോലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലാസ്റ്റ് 1 മന്തായിട്ട് സെല്ലിംഗ് സൈഡിലാണ്. അത് തന്നെ ഒരു കൺസേൺ തന്നെയാണ്. എങ്കിലും മാർക്കറ്റിൽ ഡീപ്പായിട്ടുള്ളൊരു കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നില്ല. എങ്കിൽ പോലും ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് പോകണം. നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികൾ പലതും വളരെ ലോവർ വാല്യുവേഷനിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് റിസൾട്ട് അറിയാം. റിസൾട്ട് വന്നതിന് ശേഷം അതൊരു വലിയ കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. 127 നിന്നും അതൊരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. ഇൻവെസ്റ്റേഴ്സിന് അടുത്തൊരു കറക്ഷനോട് കൂടി ഫെഡറൽ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകളിലേക്ക് ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, മാരിക്കോ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലേക്ക്, ITC ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. അതിൽ ഫാർമ സെക്ടർ നമുക്കറിയാം, സൺഫാർമ പോലെയുള്ള സ്റ്റോക്കിലൊക്കെ തന്നെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതും ഒരു ഫെയർ വാല്യൂ ആണോ എന്ന് ചോദിച്ചാൽ അടുത്ത നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരാനിരിക്കുന്നു. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ നെക്സ്റ്റ് വീക്കൊക്കെ തന്നെ കമ്മിങ് 1 മന്ത് എന്ന് പറയുന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് വോളറ്റിലിറ്റി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇൻഡിവിജ്വലായിട്ട് സ്റ്റോക്കിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകൾ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. ഭുനന്ദൻ, നമുക്കിനി ടെക്നിക്കൽ ചാർട്ട് ഒന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ചും എവിടെയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ, എങ്ങനെയാണ് ചാർട്ട് പറയുന്നത്? ടെക്നിക്കൽ മൂവ്മെൻറ്റ് ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞതുപോലെ ന്യൂസ് ഡ്രിവൺ ആയിരിക്കാം മാർക്കറ്റ്. അതുകൊണ്ടൊരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. എങ്കിലും ടെക്നിക്കലി ഇമ്മീഡിയറ്റ് 10,580 എന്ന് പറയുന്നൊരു മൈനർ റെസിസ്റ്റൻസ് ആണ്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. 10,500 എന്ന് പറയുന്ന ഒരു മേജറായിട്ടുള്ള ഫസ്റ്റ് ലെവൽ എൻട്രി പോയിൻ്റാണ് ഇൻവെസ്റ്റേഴ്സിന്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് 10,500 എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണും ദെൻ 10,350 to 360 എന്ന് പറയുന്ന സെക്കൻഡ് സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു 2 ലെവൽ വരാനുള്ള പോസിബിലിറ്റി നെക്സ്റ്റ് വീക്ക് വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കിലേക്കും നമ്മൾ ഫോക്കസ് പോകണം. കാരണം പല സ്റ്റോക്കിലും നിഫ്റ്റിയിലുപരി കറക്ഷൻ മോഡിലേക്ക് പോയ പല സ്റ്റോക്കുകളും അവൈലബിൾ ആണ്, എസ്പെഷ്യലി ഫെഡറൽ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ആ ഫെഡറൽ ബാങ്കൊക്കെ തന്നെ ആ ബാഡ് റിസൾട്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഹൈയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഒരു ഡീപ്പ് കറക്ഷൻ തന്നെ ആ സ്റ്റോക്കിൽ നേരിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അടുത്തൊരു കറക്ഷനോട് കൂടി അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണെങ്കിലും ITC അങ്ങനെയുള്ള സ്റ്റോക്കുകളിലേക്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, കൺസ്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ FMCG സെക്ടറിലൊക്കെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് ഇൻഡിവിജ്വലി ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 10,950 എന്ന് പറയുന്ന വീണ്ടും മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആണ്. ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞല്ലോ 10,950 എന്ന് പറയുന്ന ടാർഗറ്റ് ആയിരുന്നു. 10,921 വന്നതിന് ശേഷമാണ് മാർക്കറ്റിൽ ആ ഇലക്ഷൻ റിസൾട്ട് അതിൻ്റെ ഫൈനൽ ഔട്ട്കം വന്നതിന് ശേഷമാണ് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തത്. അത് BJPക്ക് അനുകൂലമായിരുന്നെങ്കിൽ മാർക്കറ്റ് ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും റൈഡ് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. എന്നാൽ ഭാഗ്യവശാൽ അതുണ്ടായില്ല. അതാണ് ന്യൂസ് ഡ്രിവൺ ആയിരിക്കാം മാർക്കറ്റ് എന്ന് പറയാനുള്ള റീസൺ അത് തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കും ഈ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വീണ്ടും മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്താൽ ഞാൻ ഈ പറയുന്ന 10,500, 10,350, 360 എന്ന് പറയുന്ന ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിച്ചാൽ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിലല്ല, ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ 10,350 എന്ന് പറയുന്ന മേജറായിട്ടുള്ള ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലും 10,900 to 950 എന്ന് പറയുന്ന മേജർ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ലെവൽ മാർക്കറ്റ് ഒരു 500 പോയിൻറ്റ്സിൻ്റെ വേരിയേഷൻ വരും ദിവസങ്ങളിൽ നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. 10,600 അരികെയാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വെള്ളിയാഴ്ച ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ ഒരു സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടുതൽ നഷ്ടം വിപണിയിൽ സംഭവിക്കുമോ എന്നൊരു ആശങ്ക പൊതുവെ നിക്ഷേപകർ എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട്. 10,000 താഴെ ലെവലിലേക്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്?
10,000 മാർക്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം അതിൻ്റെ ഒരു റീസൺ നമ്മൾ ഈ ഒരു വർഷം ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ വളരെയധികം എലക്ഷൻസ് വരുന്നുണ്ട്, പല സ്റ്റേറ്റ് എലക്ഷൻസ്. അത് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് മൂവിനെ തീരുമാനിക്കുന്നതും 2019 വരാനിരിക്കുന്ന എലക്ഷൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അത് മാർക്കറ്റ് സ്വാഭാവികമായിട്ടും അതിനോട് മാർക്കറ്റ് പോസിറ്റീവായോ നെഗറ്റീവായിട്ടോ റിയാക്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ലോങ് ടേം വ്യൂവിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അടുത്തൊരു 2 to 3 ഇയർ അല്ലെങ്കിൽ 5 ഇയർ ടൈം ഫ്രെയിമോടുകൂടി മാർക്കറ്റിനെ നമ്മൾ അനലൈസ് ചെയ്താൽ ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ചീപ്പർ വാല്യുവേഷനിലാണ്. കാരണം ഏർണിംഗ് ഗ്രോത്ത് തന്നെയാണ്. ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടിന്യൂസ് സെല്ലിംഗ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാണാം. കാരണം ഫൈനാൻഷ്യൽ സെക്ടറിലേക്കുള്ള ഷിഫ്റ്റ് അത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒരു പോയിൻറ്റിലും ഫിയറിൻ്റെ ആവശ്യമില്ല. 10,000 ബിലോ പോകാൻ ചിലപ്പോൾ 9,600 9,500 വരാനുള്ള പോസിബിലിറ്റി പോലും മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റോക്കിൽ ഡീപ്പായുള്ള കറക്ഷൻ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം അത് ഈ വർഷം വരാനിരിക്കുന്ന എലക്ഷൻ, അതുപോലെ നമ്മൾക്കറിയാം ഇപ്പോൾ ഈ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടാകുന്ന റൈഡ്, റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്തു പോകുന്നു, ഇൻഫ്ലേഷൻ കൂടാനുള്ള പോസിബിലിറ്റി, അതുപോലെ തന്നെ ഗ്ലോബലി വരാവുന്ന പൊളിറ്റിക്കൽ എക്കണോമിക് ന്യൂസുകളൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ വിസിബിളായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് റീസെൻ്റായിട്ട് വരാനിരിക്കുന്ന എലക്ഷൻ, അതുപോലെ ഈ ക്രൂഡ് ഓയിൽ പ്രൈസ്, ബോണ്ട് ഈൽഡ്, ട്രഷറി ഈൽഡ് കൂടുന്ന US-ൽ, അതുകൊണ്ട് FISൻ്റെ വിഡ്രോവൽ വരാനുള്ള പോസിബിലിറ്റി, ഇതൊക്കെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിസിബിളായിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ വീണ്ടും മാർക്കറ്റിൽ ഈ വോളറ്റിലിറ്റി സംഭവിക്കാം. ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്കറിയാം 11,000 മുകളിൽ പോയ നിഫ്റ്റി എഗെയിൻ 10,000 ബ്രേക്ക് ചെയ്യുന്ന നമ്മൾ കണ്ടു. അപ്പോൾ ഇത് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുശേഷമാണ് റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഏകദേശം 950 പോയിൻറ്റിൻ്റെ റൈഡും സംഭവിച്ചു. അപ്പോൾ ഈ വോളറ്റിലിറ്റി വരും ദിവസങ്ങളിലും വരാം. അപ്പോൾ ഡീപ്പായുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ പേഷ്യൻസോടുകൂടി നല്ല സ്റ്റോക്കുകൾ മേടിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. ഭുനന്ദൻ, നമുക്കിനി കമ്മോഡിറ്റി മേഖലയിലേക്ക് പോകാം. പ്രത്യേകിച്ചും ക്രൂഡ് ഓയിൽ ആൻഡ് ഗോൾഡ്. ഇതിൽ തന്നെ ക്രൂഡ് ഓയിൽ വലിയ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യാന്തര ഘടകങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എങ്ങനെയാണ് ഈ രണ്ട് കമ്മോഡിറ്റിയും താങ്കൾ വിലയിരുത്തുന്നത്? ക്രൂഡ് ഓയിൽ പ്രൈസ് അഗൈൻ പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് സ്ട്രോങ് ഡിമാൻഡ് തന്നെയാണ്. അതുപോലെ തന്നെ US ഇറാൻ അഗൻസ്റ്റുള്ള സാങ്ഷൻസ്, ഇതൊക്കെ തന്നെ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ ഡിമാൻഡ് ഇമ്പ്രൂവ് ചെയ്തു. അതിൽ ഒപ്പക്കിൻ്റെ പ്രൊഡക്ഷൻ കട്ട്, സ്ട്രോങ് ഡിമാൻഡ്, ഇതൊക്കെ തന്നെയാണ് വീണ്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് കുറച്ചുകൂടെ ഹയർ വാല്യൂവിലേക്ക് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അതിനുള്ള പോസിബിലിറ്റിയാണ് ഇപ്പോഴത്തെ രീതിയിൽ. ക്രൂഡ് ഓയിൽ പ്രൈസ് വലിയൊരു കറക്ഷനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കുറവ് തന്നെയാണ്. ഗോൾഡിനെ സംബന്ധിച്ച് വീണ്ടും 1 ഇയർ ലോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ട്രഷറി ഈൽഡ് കൂടുന്നു, അതുപോലെ US ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഇതൊക്കെ തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഗോൾഡിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ഡീപ്പ് കറക്ഷനിലേക്ക് ഗോൾഡ് പോകാനുള്ള സാധ്യതയും കുറവാണ്. ഇമ്മീഡിയറ്റ് റിക്കവറിക്കുള്ള സാധ്യതയുമില്ല. അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ, അതെങ്കിലും പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി വരികയാണെങ്കിൽ മാത്രമേ, ഗ്ലോബൽ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി വരികയാണെങ്കിൽ മാത്രമേ ഈ ഗോൾഡ് പ്രൈസിലൊരു മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് കുറച്ചൊരു പോസിറ്റീവും ഗോൾഡിനെ സംബന്ധിച്ച് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. വളരെ നന്ദി ഭുവനേന്ദ്രൻ. മാർക്കറ്റ് വാച്ചിൽ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. മാർക്കറ്റ് വാച്ചിൽ ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. ഈ വാരം നിക്ഷേപത്തിന് അനുയോജ്യമായ ഒരു ഓഹരിയും ഒരു പ്രധാനപ്പെട്ട മ്യൂച്വൽ ഫണ്ടുമാണ് നമ്മൾ ബിഗിനേഴ്സ് ഗൈഡിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ ആഴ്ച പരിചയപ്പെടുത്തുന്ന സ്റ്റോക്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക്. കമേഴ്ഷ്യൽ ബാങ്കിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിംഗ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്, കാർ ഫിനാൻസ്, അസറ്റ് മാനേജ്മെൻറ്റ്, ലൈഫ് ഇൻഷുറൻസ് എന്നീ ബിസിനസ്സിലാണ് കമ്പനി എൻഗേജ് ചെയ്തിരിക്കുന്നത്. വളരെ ശക്തമായ ലോൺ ബുക്കാണ് കമ്പനിയുടെ ഏറ്റവും വലിയ ശക്തി. ഇതുകൂടാതെ ബാഡ് ലോൺസ് വളരെ കുറവാണ് കോട്ടക് ബാങ്കിന്. മറ്റു പ്രീമിയം ബാങ്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മിതമായ പബ്ലിസിറ്റിയും മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമേ കമ്പനി സ്വീകരിച്ചിട്ടുള്ളൂ. ഇത് അവരുടെ മാർക്കറ്റ് പെനിട്രേഷനെ ബാധിച്ചിട്ടുണ്ട്. പലിശ നിരക്കുകളിലെ വ്യതിയാനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന മോണിറ്ററി പോളിസികളും കണിശമായ ബാങ്കിംഗ് നയങ്ങളും കമ്പനി നേരിടുന്ന ഭീഷണികളാണ്. എന്നിരുന്നാലും ഇന്ത്യയുടെ നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ മേഖലയിൽ വളരെ ശക്തമായ സാന്നിധ്യമാണ് ബാങ്കിനുള്ളത്. ഇതുകൂടാതെ സൗത്ത് ഇന്ത്യയിലും കമ്പനി നിലയുറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിനെ അപേക്ഷിച്ച് ഈ വർഷം 15% ലാഭവളർച്ച ബാങ്കിനുണ്ട്. ലോൺ ബുക്ക് 25% കൂടി 1.7 ലക്ഷം കോടിയിലേക്ക് വളർന്നിട്ടുണ്ട്. റീറ്റെയിൽ ലോൺ 24%, അഗ്രികൾച്ചറൽ ലോൺ 20%വുമാണ് വളർച്ച നേടിയിരിക്കുന്നത്. കോട്ടക് മഹീന്ദ്ര ബാങ്ക്
current market price 1268 rupees and financial year 2019 target 1509 rupees. ഈ ആഴ്ച ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് മറ്റൊരു ഹൈബ്രിഡ് ഫണ്ടാണ്, L&T ഹൈബ്രിഡ് ഈക്വിറ്റി ഫണ്ട്. ഫണ്ടിൻ്റെ നിക്ഷേപത്തിൽ 30% ഡെറ്റ് ഇൻസ്ട്രുമെൻസിൽ നടത്തിയിരിക്കുന്നത് വഴി വിപണിയിലെ റിസ്ക് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഫണ്ടുകൾക്ക് അടുത്ത കാലത്തായി പ്രസക്തിയേറുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ ഫണ്ടിൻ്റെ റിട്ടേൺ 9%, 5 വർഷത്തെ ശരാശരി റിട്ടേൺ 18%. ഫണ്ടിൻ്റെ ബാക്കി 70% ഈക്വിറ്റിയിൽ തന്നെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അതിൽ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ 23% ഫിനാൻഷ്യൽ സർവീസസിലും, 9% കൺസ്ട്രക്ഷനിലും, 8% ഓട്ടോയിലും, 7% ടെക്നോളജിയിലുമാണ് നടത്തിയിരിക്കുന്നത്. നിക്ഷേപം ഈക്വിറ്റിയിലും ഡെറ്റിലുമായി അസറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയിരിക്കുന്നതിനാൽ വിപണിയിലെ വ്യതിയാനങ്ങൾ കാര്യമായി ബാധിക്കാത്ത രീതിയിലുള്ള റിട്ടേൺ നൽകാൻ ഫണ്ടിന് സാധിക്കുന്നു. ടോപ്പ് ഹോൾഡിംഗ്സ് HDFC, TCS, L&T, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇൻഡസിൻഡ് ബാങ്ക്, രാംകോ സിമൻസ്, ITC, HCL ടെക്നോളജീസ് എന്നീ കമ്പനീസിലാണ്. L&T ഹൈബ്രിഡ് ഈക്വിറ്റി ഫണ്ട് സൈസ് 10,572 crore, NAV 26.50 rupees, minimum investment 5,000 rupees and minimum SIP 500 rupees. മാർക്കറ്റ് വാച്ചിനെ ഈ ലക്കം അവസാനിക്കുകയാണ്. വിപണി സംബന്ധിച്ച നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും investment@asianandnews.in എന്ന വിലാസത്തിൽ അയയ്ക്കുക. മാർക്കറ്റ് വാച്ചിനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.